ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്നൊരു പനീർ മസാല കറിയാണ് കേട്ടോ. പനീർ ബട്ടർ മസാല അല്ല, ഒരു സിമ്പിൾ പനീർ കറി. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മുടെ പനീർ ബട്ടർ മസാല ചെറിയൊരു മധുരമുള്ള കറിയാണല്ലേ. അപ്പോൾ അതുപോലെ ഇൻഗ്രീഡിയൻസും കുറച്ച് കൂടുതൽ വേണം, ഇച്ചിരി ഹെവിയും കൂടിയാണ്. അപ്പോൾ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് അത്യാവശ്യം സ്പൈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡ്ലൻ പനീർ കറി. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അതിന് മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഇതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്നങ്ങ് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ പനീർ കറി ചെയ്യാനായിട്ട് ആദ്യം നമ്മുടെ പനീർ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ പനീർ ചുമ്മാതൊന്ന് വറുത്തെടുക്കുന്നതിനേക്കാൾ ചെറിയൊരു മാരിനേഷൻ കൊടുത്ത് വറുത്തെടുത്താൽ കൂടുതൽ ടേസ്റ്റി ആകും. അപ്പോൾ ഒരു 200 ഗ്രാം പനീർ ഞാനൊരു ചെറിയ ക്യൂബ്സ് ആക്കി ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒരു 3.5 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി നിങ്ങളുടെ കയ്യിൽ ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ പനീർ വറുത്തെടുക്കുമ്പോൾ ജീരകം കൂടി ചേർത്ത് വറുത്തെടുക്കുവാണേ. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഈ ടൈമിൽ നമുക്കിതിന് ആവശ്യമായ സവാളയും മറ്റുമൊക്കെ ഒന്ന് മുറിച്ച് റെഡിയാക്കി വെക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. ഇനി ഞാൻ ഈ പനീർ ഒന്നങ്ങ് വറുക്കാൻ പോവുകയാണ്. അപ്പോൾ പനീറിൽ കുറച്ച് ബട്ടറും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ബട്ടർ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നതേ ഉള്ളേ. അപ്പോൾ ഇതുപോലത്തെ കറികൾക്കൊന്നും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പനീർ ചേർത്ത് കൊടുക്കാം. പനീർ അങ്ങ് ഒരുപാട് മൂത്ത് പോകരുത്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. ഒരുപാട് നേരം ഫ്രൈ ചെയ്താൽ നമ്മുടെ പനീർ അങ്ങ് ഹാർഡായി പോവും. അപ്പോൾ ഇത് ഇത്രയും മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ബട്ടർ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബട്ടറിന് പകരം വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, അതുപോലെ 1 ടീസ്പൂൺ വെളുത്തുള്ളി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ 2 മീഡിയം സൈസ് സവാള ചെറുതായി മുറിച്ചത് ചേർക്കാം. ഇനി 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കറികൾക്കൊക്കെ വഴറ്റും പോലെ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്നങ്ങ് വെന്ത് സോഫ്റ്റ് ആയാൽ മാത്രം മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറന്റ് ആയാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പകുതി ക്യാപ്സിക്കം കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതേ ക്യാപ്സിക്കം കൂടി ജസ്റ്റ് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്നങ്ങ് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് പച്ചമണം നന്നായിട്ട് മാറണം കേട്ടോ. ഈ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് 2 തക്കാളി മിക്സറിൽ നന്നായിട്ട് അടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തക്കാളി അരച്ചത് ചേർത്ത ടൈമിൽ ക്യാമറ ഓഫ് ആയിരുന്നു കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പനീർ കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം.
നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തണുത്ത വെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാനൊരു 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. അപ്പോൾ ഇപ്പം നമുക്കൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ചൊന്ന് എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ ചപ്പാത്തി, നാൻ, പൊറോട്ട ഇതിനൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഈ പനീർ കറി ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ കമൻസ് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.